അതെന്ന് വെച്ചാൽ ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ബ്ലീഡിങ് ഇല്ലാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലീഡിങ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ അന്നേരം കണ്ടുപിടിച്ചെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ കൂടെ നേരത്തെ തന്നെ തീർക്കാൻ. ഒരു ഏജ് 40-45 ഒക്കെ ആയി കഴിയുമ്പോൾ എല്ലാവരും ഒരു സ്കാൻ എടുത്ത് നോക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടീഷന്റെ ഇക്വേഷൻസ് എല്ലാം മാറി MRIയിലോ CT സ്കാനിലോ ഒക്കെ കാണാം. ബാക്കിയെല്ലാം നമ്മൾ വെളിയിൽ നിന്ന് കാണുന്നതും എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും പ്രഷർ ഉണ്ടെങ്കിലൊക്കെ ഉള്ള കാര്യങ്ങളെ നമുക്ക് നമ്മൾ എക്സാമിനേഷനിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ക്ലിനിക്കലി നമ്മൾ പണ്ടൊക്കെ ക്ലിനിക്കലെല്ലാം ഉള്ളൂ, സ്കാനുകളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് സൈലന്റ് ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു ബബിൾ പോലെ, ഒരു കുരുമുളക് പോലെ, ഒരു കാപ്പിക്കുരു പോലത്തെ സൈസേ ഉള്ളൂ. അപ്പൊ അതൊരു ചെറിയൊരു ബോംബ് വെച്ചേക്കുന്ന പോലത്തെ ഒരു സാധനമാണ്. ഇപ്പൊ വേണേ പൊട്ടാം. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇക്വേഷൻ മാറി. ലൈഫ് സ്റ്റൈൽ 2 ഫാക്ടേഴ്സ് ആണ്. ബർത്തിൽ തമ്മിൽ വരാനുള്ള ഒരു ചാൻസും ഉണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേറെ പല ഡിസീസ് വരാനുള്ള, അങ്ങനെയുള്ള ആൾക്കാർക്കും വരാം. പിന്നെ അല്ലാതെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് മോഡിഫൈ ചെയ്യും. നമുക്ക് പ്രഷർ, സ്ട്രെസ്, ഡയബറ്റീസ്, അൺകൺട്രോൾ ഡയബറ്റീസ് ഒരു കെയറും ഇല്ലാതെ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ രക്തക്കുഴലിനുള്ള ഡാമേജ് ആണ്. ഇപ്പം നമ്മളൊരു ജനറ്റിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇപ്പോൾ അടുക്കളയിലേക്ക് ഇടുന്ന പൈപ്പ് പോലെ, വാട്ടർ പൈപ്പ് പോലെ, ആ പൈപ്പിന് ഒരു വശത്ത് ഒരു ഫൈനൈറ്റ് തിക്നെസ് ഉണ്ടല്ലോ എല്ലാത്തിനും. 1 മില്ലിമീറ്ററോ 2 മില്ലിമീറ്ററോ തിക്നെസ് ഉണ്ടാവും. ആ ഒരു സ്ഥലത്ത് ഒരു ഭാഗം, 1 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു സ്ഥലത്ത് ഒരു സൈഡില് തിക്നെസ് കുറവാണെങ്കിൽ വാട്ടർ പ്രഷർ വന്നു കഴിയുമ്പോഴത്തേനും ആ ഭാഗം വെളിയിലേക്ക് തള്ളി വരും. അങ്ങനെയാണ് ഇതുണ്ടാവുന്നത്. അത് ജനറ്റിക് ഫാക്ടേഴ്സ് കൊണ്ട്. അല്ലാതെ പിന്നെ നമ്മള് ഇപ്പൊ പുകവലി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30-20 വർഷമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് രക്തക്കുഴലുണ്ട് ആ രക്തക്കുഴലിനൊക്കെ കുറേശ്ശെ കേടുപാടുകൾ സംഭവിക്കും. അതൊരു ഭയങ്കര ക്രിട്ടിക്കൽ ഏരിയയിലാണെങ്കിൽ ഇതേ സാധനം നമ്മുടെ വെളിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ കയ്യിലോ കാലിലോ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. ഇത് ആ ഓർഗൻ ആണ് ഇമ്പോർട്ടന്റ്. ബ്രെയിനിന്റെ അകത്തേക്ക് പോകുമ്പോഴാണ് ബ്രെയിനെല്ലാം ഓർഗൻ വെരി ക്രിട്ടിക്കൽ. അപ്പൊ ആ ഓർഗന്റെ അകത്ത് ബ്രെയിനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഗൻ എല്ലാം ഡാമേജ് ആകും. അതുകൊണ്ടാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. എല്ലാം വളരെ നമ്മുടെ ബോഡിയെ തന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം തുറക്കണ്ടാത്ത ഒരു സ്ഥലമാണ് കള്ള്. അതുകൊണ്ടാണ് അടച്ചു പൂട്ടി വെച്ചേക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ സ്കിൻ കൊണ്ട് കവർ ചെയ്തേക്കുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെയാണ് ഒരു ഹാർട്ടിന്റെ സൈഡിയ, മറ്റേ ലങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ മുള്ളുകമ്പി വേലി ഇട്ടേക്കുന്ന പോലെ, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് അബ്ഡോമൻ ആയി കഴിഞ്ഞാൽ തുറന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ ലെഗ്, കൈ ഒക്കെ ആണെങ്കിലും തുറന്നു കഴിഞ്ഞാലും അത് ഹീൽ ചെയ്യാനും ഒക്കെയുള്ള ചാൻസ് കൂടുതൽ. പക്ഷെ ബ്രെയിൻ അങ്ങനെയല്ല വെച്ചേക്കുന്നത്. ബ്രെയിൻ ഒരു കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സർ വെച്ചേക്കുന്ന പോലെയാണ് അത് വെച്ചേക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ചെയ്യാതിരിക്കാനും അത് വെള്ളത്തിൽ മുക്കിയിട്ടേക്കുക. ആ വെള്ളത്തിന്റെ അകത്തേക്കാണ് ബ്ലീഡിങ് ഉണ്ടായത്, മനസ്സിലായത്? അതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. ഇത് നമ്മുടെ ഈ രക്തക്കുഴൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പവർ സപ്ലൈ ആയിട്ട് കണക്കാക്കാം. ഇതിന് പവർ കൊടുക്കുന്നു, ബ്രെയിൻ സെൽസിന് പവർ കൊടുക്കുന്നു പവർ സപ്ലൈക്ക് ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന പോലെ പ്രശ്നങ്ങളുണ്ടാകും. അതാണ് ബ്രെയിൻ തകരാറിലായി, അൺകോൺഷ്യസ് ആയി, വെന്റിലേറ്ററിലായി, അങ്ങനെയൊക്കെ പോകുന്നു. എന്നാൽ നമ്മളിപ്പം റോ ആയിട്ട് വെച്ചേക്കുകയാണ് അതിൻ്റെ അകത്തുനിന്ന് ഇനി ബോഡി ഹീൽ ചെയ്യണം. ഹീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്ന ആ ട്യൂബ് മുഴുവൻ ബോഡിക്കകത്ത് ഒരു ടിഷ്യൂ വന്ന് അതിൻ്റെ അകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തെടുക്കും. ട്രീയിൽ നമ്മളൊരു ആണി അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും തൊലി വന്നത് കവർ ചെയ്യും എന്ന് പറയുന്ന പോലെ ആ കവർ ചെയ്യുന്നത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അതൊരു 3 to 6 months ആണ് അതിൻ്റെ ഒരു കാലാവധി. യൂഷ്വലി 3 monthsനകം കവർ ചെയ്യും. പക്ഷെ നമ്മളൊരു 3 months കൂടെ എക്സ്ട്രാ കൊടുത്ത് അതൊന്നും സംഭവിക്കാതിരിക്കുക. അന്നേരമാണ് നമ്മൾ ആൻജിയോഗ്രാം എടുത്ത് എല്ലാം പോയോ ഇല്ലയോ എന്ന് നോക്കുന്നത്. പോയിട്ടുണ്ട്, MRIയിലെ അന്യൂറിസം ചുരുങ്ങിയിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പരിപാടികളെല്ലാം അവസാനിപ്പിക്കും. നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടേക്ക്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ റൊട്ടീൻ ജീവിത വ്യവഹാരങ്ങളിൽ നമ്മൾ ഏർപ്പെട്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ ഫീൽ വി ആർ ഹെൽത്തി, വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇങ്ങനത്തെ ഒരു കാര്യമേ നമ്മളങ്ങ് മറന്നു പോകും.